ശരിക്കും നമുക്കൊരു 60-60 റൂൾ ഉണ്ട്. അതായത് 60% എബോവ് ലൗഡ് സൗണ്ട്സ് നമ്മുടെ ഫോണിലൊക്കെ നമ്മൾ വോളിയം കൂട്ടുമ്പോൾ കാണാം. അതായത് 60% എബോവ് വോളിയം കൂട്ടി 60 മിനിറ്റ്സിന് കൂടുതൽ യൂസ് ചെയ്യുവാണെങ്കിൽ അവിടെ എന്തായാലും ഒരു ഹിയറിംഗ് ലോസ് ഉണ്ടാകും. അപ്പോൾ അത് ഡേ ടു ഡേ ലൈഫിൽ കണ്ടിന്യൂ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് എന്തായാലും ഒരു ഹിയറിംഗ് ലോസ് സംഭവിക്കാം. അതിന് നമ്മൾ ലൗഡ് സൗണ്ട് എക്സ്പോഷർ എന്ന് പറയും. അതൊരു പെർമനന്റ് ഹിയറിംഗ് ലോസ് ആയിട്ട് മാറാം. നമ്മളെ കേൾക്കുന്ന സൗണ്ട്സ് അത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ഒരു ലോങ് ടൈം ഡ്യൂറേഷനിലേക്ക് കേൾക്കുമ്പോൾ അത് സ്ലോലി നമ്മുടെ നെർവിനെ ടയേർഡ് ആക്കും. അത് പിന്നീട് അതിനെ ഡാമേജ് ചെയ്യും. ഇങ്ങനെയുള്ള ഡാമേജ് പെർമനന്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് രാത്രിയിൽ ഹെഡ്സെറ്റ് വെച്ച് ഉറങ്ങുമ്പോൾ അവർ എത്ര നേരമാണ് ആ ഹെഡ്സെറ്റ് വെച്ച് യൂസ് ചെയ്യുന്ന കിടന്നുറങ്ങുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ കിടന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ ബ്രെയിനും കാര്യങ്ങളൊക്കെ സ്റ്റിൽ വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ലൗഡ് സൗണ്ട് എക്സ്പോഷർ കൂടുകയേ ചെയ്യുന്നുള്ളൂ. അതുമൂലം എന്തായാലും ഒരു ഹിയറിംഗ് ലോസ് ഉണ്ടാകും.